കണ്ണൂരിൽ ഡേറ്റിംഗ് ആപ്പ് വഴി തട്ടിപ്പിന് ശ്രമിച്ച 17-കാരി ഉൾപ്പെടെ 4 പേർ പോലീസിന്റെ പിടിയിൽ. ചക്കരക്കൽ സ്വദേശിയുടെ അശ്ലീല ദൃശ്യങ്ങൾ പകർത്തി 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്നാണ് പരാതി. കാഞ്ഞങ്ങാട്ടെ വീട്ടിലേക്ക് വിളിച്ചുവരുത്തി ഹണി ട്രാപ്പിൽ കുടുക്കാൻ ശ്രമിച്ചുവെന്നാണ് ആരോപണം. പണം നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചുവരുത്തി പ്രതികളെ പിടികൂടുകയായിരുന്നു എന്നാണ് അറിയുന്നത്. അഭിജിത്ത് മുഴക്കുന്നുണ്ട്. അഭിജിത്ത്, ഇതിൽ ഈ ട്രാപ്പിൽ കുടുക്കാൻ ശ്രമിച്ചത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി അടക്കമുള്ള സംഘമാണോ? ഞെട്ടിക്കുന്ന വിവരമാണ്. തീർച്ചയായും അരുൺകുമാർ, അങ്ങനെ തന്നെയാണ് ഇപ്പോൾ പോലീസ് നൽകിയിട്ടുള്ള വിവരം. നമുക്കറിയാം, നേരത്തെയും ഈ ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള തട്ടിപ്പ് അത് പല വിധത്തിലുള്ളതാണ്. അതിന്റെ പലതരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. അതിന് ഏറ്റവും ഒടുവിലാണ് ഈ ഹണി ട്രാപ്പ് വഴി ലക്ഷങ്ങൾ തട്ടാനുള്ള ഒരു ശ്രമം ഉണ്ടായിട്ടുള്ളത്. ചക്കരക്കൽ സ്വദേശിയായ യുവാവാണ് അരുൺകുമാർ പരാതിക്കാരൻ. ഇയാൾ ഡേറ്റിംഗ് ആപ്പ് വഴി ഒരു സ്ത്രീയെ പരിചയപ്പെടുന്നു. അതിനുശേഷം അവർ തമ്മിൽ അടുക്കുന്നു. അതിനൊടുവിലാണ് കാഞ്ഞങ്ങാട്ടേക്ക് ഈ യുവാവിനെ ഈ യുവതി വിളിച്ചു വരുത്തുന്നത്. അങ്ങനെ അവിടെ എത്തിയ ശേഷം ഇയാളുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി അത് വെച്ച് ഇയാളെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് പരാതി. അതായത്, ഈ ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിടും, അതല്ല എങ്കിൽ നിങ്ങൾ 10 ലക്ഷം രൂപ തരണം എന്നുള്ളതായിരുന്നു ഈ യുവതിയുടെ ആവശ്യം. ഈ യുവതിക്കൊപ്പം മറ്റ് ചില സംഘങ്ങളും ഉണ്ടായിരുന്നു. അതിലാണ് ഈ 17-കാരിയും മറ്റ് 2 പുരുഷന്മാരും ഉള്ളത്. അങ്ങനെ ഭീഷണിപ്പെടുത്തി ഇനി ഈ 10 ലക്ഷം രൂപ തരുന്നില്ല എങ്കിൽ അതിന് തുല്യ അളവിലുള്ള സ്വർണം വേണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരുവിധം ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയും തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയുമായിരുന്നു. അങ്ങനെയാണ് ചക്കരക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. പോലീസ് ഈ യുവാവിനോട് ഈ യുവതിയെ വിളിക്കാൻ ആവശ്യപ്പെടുന്നു. ഒരു സ്ഥലത്തേക്ക് വരണം, അവിടെ വന്നു കഴിഞ്ഞാൽ പണം നൽകാം എന്ന് പറയാനും പറയുന്നു. അങ്ങനെ ഈ തട്ടിപ്പ് സംഘത്തെ വിശ്വസിപ്പിച്ച് എത്തിച്ചാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ 4 പേർ അറസ്റ്റിലായിട്ടുണ്ട് അരുൺകുമാർ. 2 പുരുഷന്മാരും 2 സ്ത്രീകളുമുണ്ട്. ഈ സ്ത്രീയിൽ ഒരാൾ 17 വയസ്സുകാരിയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആവശ്യമില്ലാത്ത ഇതുപോലുള്ള ഈ ആപ്പുകളിലൊക്കെ പോയി തലവെച്ച് പിന്നെ ഊരാൻ പറ്റാത്ത വിധത്തിൽ കിടന്ന് പെടഞ്ഞിട്ടൊരു കാര്യവുമില്ല. ആവശ്യമില്ലാത്ത കുറേ ഇത്തരം ആപ്പുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഞാൻ ആവശ്യമില്ലാത്തത് എന്ന് പറഞ്ഞത് ഇതിന് പിന്നിൽ ഇത്തരം ആളുകൾ കൂടി താല്പര്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ.